السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله صلى الله عليه وسلم. بسم الله الرحمن الرحيم. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുർദയുടെ 41-ാമത്തെ ക്ലാസ്സാണിത്. 38-ാമത്തെ വരിയാണ് ഞാനിപ്പോൾ ചൊല്ലിവെച്ചത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് മഹാനവറുകൾ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ വരിയിൽ പറയുന്നത് ഫാഖ, മുത്തുനബി തങ്ങൾ ഉയർന്നിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു. അന്നബിയുന മറ്റ് പ്രവാചകന്മാരെക്കാൾ നമ്മുടെ നബി, നമ്മുടെ മുത്തുനബി ഉയർന്നിരിക്കുന്നു മറ്റ് നബിമാരെക്കാൾ. ഫീ ഖുലുഖിൻ, മുത്തുനബിയുടെ ആകൃതിയിൽ, സൃഷ്ടിപ്പിന്റെ ശാരീരിക ഘടനയുടെ വിഷയത്തിൽ മറ്റ് നബിമാരെക്കാൾ മികച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുപോലെ വഫീ ഖുലുഖിൻ, സ്വഭാവത്തിലും നബി തങ്ങളുടെ പ്രകൃതിയിലും ആകാരവടിവിലും മറ്റ് നബിമാരെ മറികടന്നിരിക്കുന്നു. വലം യുദാനൂഹു, അവര് മുത്തുനബി തങ്ങളോട് അടുത്തിട്ട് പോലുമില്ല, ഈ അയലത്ത് പോലും എത്തിയിട്ടില്ല. ഫീ ഇൽമിൻ, വിജ്ഞാനത്തിലും, വലാ കറമി, ഔദാര്യത്തിലും മുത്തുനബിയുടെ അയലത്ത് പോലും അവർ എത്തിയിട്ടില്ല, ഒരാൾക്കും എത്താൻ സാധിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മുടെ ഈ ബൈത്തിന്റെ പൂർണ്ണമായ അർത്ഥം എന്തായി? ആകൃതിയിലും പ്രകൃതിയിലും അവിടുന്ന് മറ്റ് പ്രവാചകന്മാരെക്കാൾ ഉന്നതരായിരിക്കുന്നു. വിജ്ഞാനത്തിലും ഔദാര്യത്തിലും അവിടുത്തെ 4 അയലത്ത് പോലും മറ്റുള്ള പ്രവാചകന്മാർ എത്തിയിട്ടില്ല. ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിവിലും സ്വഭാവത്തിലും ആകാരവടിവിലും സൗന്ദര്യത്തിലുമൊക്കെ മറ്റ് നബിമാരെക്കാൾ മുത്തുനബി തങ്ങൾ മികച്ചു നിൽക്കുന്നു എന്നാണ് മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ ഇവിടെ പറയുന്നത്. ഈ വരി ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു അത്രേ. മുത്തുനബിയുടെ റൗളയിൽ ചെന്ന് ചൊല്ലിക്കൊടുത്തു. ആ അവസരത്തിൽ മുത്തുനബി തങ്ങൾ ഈ വരി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ വരി പാടുമ്പോൾ ഇങ്ങനെ ആടിയിരുന്നു. ഒരു സാധാരണ വലിയ വലിയ പണ്ഡിതന്മാർ ആടുന്നത് നമ്മൾ കാണുന്നില്ലേ? ഈ വരി പാടുമ്പോൾ മുത്തുനബി തങ്ങൾ ആടിയിരുന്നു എന്നാണ് ഇമാം ബൂസൂരി തങ്ങൾ പറയുന്നത്. കിതാബുകളിൽ നമുക്ക് കാണാം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വരിയാണ് ഇത്. ഇത് ആവർത്തിച്ചു ചൊല്ലുന്നത് വളരെ നല്ലതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ഏതായാലും ഇരിക്കട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ശാരീരിക ഘടനയിലും സ്വഭാവത്തിലും എങ്ങനെയാണ് മറ്റ് നബിമാരെക്കാൾ മികച്ചു നിൽക്കുന്നത്? മുത്തുനബി തങ്ങൾ പറയുകയാണ്, സൃഷ്ടിക്കുക എന്നതുകൊണ്ട് അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത് എന്നെയാണ്. നിയോഗിക്കുന്ന വിഷയത്തിൽ അവസാനമായി നിയോഗിച്ചത് എന്നെയാണ്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്ന മറ്റൊരു ഹദീസുണ്ട്. എന്താ? മാ യബ്അസുല്ലാഹു നബിയ്യൻ ഇല്ലാ ഹസനൽ വജ്ഹി വഹസനസ് സൗതി. അല്ലാഹു തആല ഒറ്റ ഒരു പ്രവാചകരെയും ശബ്ദവും മുഖവും ഭംഗിയുള്ളവരായിട്ട് അല്ലാതെ അയച്ചിട്ടില്ല. എല്ലാവരും ശബ്ദവും മുഖവും ഒക്കെ ഭംഗിയുള്ളവർ തന്നെയായിരുന്നു. എന്നാൽ വകാന നബിയ്യുക്കും, നിങ്ങളുടെ നബി, അതായത് ഞാൻ, അഹ്സനുഹും വജ്ഹ, അവരിൽ വെച്ച് ഏറ്റവും മുഖം ഭംഗിയുള്ള ആളാണ്. ഈ പ്രവാചകന്മാരെക്കാട്ടി എല്ലാവരെക്കാട്ടിയും മുഖം ഭംഗിയുള്ള ആളാണ്. മങ്കൂസ് മൗലിദ് ആശയം വിശദീകരണ ക്ലാസ്സിൽ മുത്തുനബിയുടെ ഭംഗിയുടെ കുറേ വിശേഷണങ്ങൾ നമ്മൾ അതിൽ വിശദീകരിച്ചിരുന്നു. അതുപോലെ വഹ്സനുഹും സൗത, നല്ല ശബ്ദവും ഉള്ള ആളാണ് ആര്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിതങ്ങളുടെ വഅദ് കേട്ട്, നബിതങ്ങളുടെ പ്രസംഗം കേട്ട് വജിലത്ത് മിൻഹുൽ ഖുലൂബ്, ഹദീസുകളിൽ കൂടി കാണാം, സഹാബാക്കളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറുണ്ട്. അത്രയും നല്ല, ഒരിക്കൽ കേട്ടാൽ രണ്ടാമതും കേൾക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന രീതിയിലുള്ള പ്രസംഗമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ശബ്ദമുള്ള ആളായിരുന്നു. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദിൻ. അല്ലാഹു ധാരാളം പ്രവാചകന്മാർ ഉണ്ടെങ്കിലും അവരിൽ നിന്ന് ചിലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠതയാക്കിയിരിക്കുന്നു. വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്തിൻ. അവരിൽ നിന്ന് ചിലരേക്കാൾ ധാരാളം ദറജ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. ശരീര സൗന്ദര്യത്തിൽ ഏറ്റവും കൂടുതൽ നബിതങ്ങളാണ് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലായി? ഹദീസിൽ കാണാം, യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുത്തുനബിയുടെ അടുക്കത്ത് വെച്ച്, യൂസുഫ് നബി വളരെ സൗന്ദര്യമുള്ള ആളാണെന്നെല്ലാം യൂസുഫ് നബി മുത്തുനബിയുടെ അരികത്ത് വെച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മുത്തുനബി അവിടുന്ന് പറഞ്ഞു, എന്നാൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആൾ ഞാനാണ് എന്ന് നിബിതങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. മുത്തുനിബിതങ്ങളുടെ സൗന്ദര്യം പറയാൻ നിന്നാൽ അത് 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും പറഞ്ഞാൽ തീരില്ല. അത്രയും സൗന്ദര്യം. നിബിതങ്ങളുടെ ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങളും നമുക്ക് വിശദീകരിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ തീരൂല. അത്രയും സൗന്ദര്യവും അത്രയും 14-ാം രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന, അതിനേക്കാട്ടിയും തിളങ്ങുന്ന മുഖവും സൗന്ദര്യമായിരുന്നു മുത്തുനിബിതങ്ങൾക്ക്. മങ്കൂസ് മൗലിദിന്റെ ആശയ വിശദീകരണ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ക്ലാസ് എല്ലാവരും കേൾക്കുക. അതുപോലെ മുത്തുനബിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ. എല്ലാത്തിലും നിബിതങ്ങൾ മുമ്പന്തിലാണ്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ. അള്ളാഹു പറയുകയാണ്, വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. നബിയെ, തങ്ങൾ ഉത്തമമായ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ. നിബിതങ്ങളെപ്പോലെ ശബ്ദം, നിബിതങ്ങളെപ്പോലെ സ്വഭാവം ഉള്ള ആള്, അത്രയും നല്ല സ്വഭാവമുള്ള ആള് മറ്റാരും ഇല്ല. കാരണം നിബിതങ്ങളുടെ സ്വഭാവത്തിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് ഇവിടെ സഹാബാക്കൾ, ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്. അള്ളാഹു പറഞ്ഞില്ല, വഇൻ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക. നബിയെ, തങ്ങളോ മറ്റേ ഹൃദയം കടുത്തവരോ ജനങ്ങളോട് സ്നേഹമില്ലാത്തവരോ കൃപയില്ലാത്തവരോ മറ്റാണെങ്കിൽ തങ്ങളുടെ ചുറ്റുഭാഗത്തു നിന്നും ജനങ്ങൾ ഓടിപ്പോകുമായിരുന്നേനെ നബിയെ എന്ന് അള്ളാഹു പറഞ്ഞില്ല. ആ നബിയെക്കുറിച്ചാണ് അള്ളാഹു തന്നെ പറയുന്നത്, വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. നബിയെ, തങ്ങൾ ഉത്തമമായ ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്, സ്വഭാവത്തിൻ്റെ മേലിലാണ് നബിയെ. അതുപോലെ മറ്റു നബിമാരെക്കാൾ ഇൽമ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇൽമിലും അറിവിലും വിജ്ഞാനത്തിലും തങ്ങൾ മുമ്പന്തിയിലാണെന്ന് പറഞ്ഞില്ലേ.
അള്ളാഹു പറയുന്നു വഅല്ലമ മാ ലം തകുൻ തഅലം. നബിയെ, നിങ്ങൾക്ക് അറിയാത്തത് താങ്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു തന്നു. അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് അറിവുകൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു, മറ്റു നബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തത്. അപ്പോൾ സ്വർഗവും നരകവും ഒക്കെ നേരിട്ട് കണ്ട്, അള്ളാഹുവിനെ നേരിട്ട് കണ്ട് അതൊരിക്കലും മറ്റ് പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുന്നത് മുത്തുനബിയാവുന്നു. മുത്തുനബിയുടെ ഔദാര്യം, മുത്തുനബിയുടെ ആ ഒരു സ്നേഹം അത്രത്തോളം ഉയരാൻ മറ്റ് പ്രവാചകന്മാർക്ക് സാധിച്ചില്ല. അത് അവരെ ഇകഴ്ത്താനല്ല നബി തങ്ങൾ പറഞ്ഞത്. മുത്തുനബി തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പവറാണ് അത്. അള്ളാഹു ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് പവറുകൾ, ഒരുപാട് പോരിശകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. മറ്റ് നബിമാർക്ക് ഇല്ലാത്ത ഒരുപാട് മർത്തബകൾ അള്ളാഹു നബി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ധാരാളം പഠിക്കാൻ, മുത്തുനബി തങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു ഈ പരിശുദ്ധ ബുർദയുടെ ക്ലാസ് അതിനൊരു കാരണമായി തീരട്ടെ. മുത്തുനബിയെ പഠിച്ച് സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീർത്ത് അള്ളാഹു നമുക്കെല്ലാം സന്തോഷവും സമാധാനവും റാഹത്തും അള്ളാഹു നൽകട്ടെ. ഇലാ ഹദ്റത്തിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. بسم الله الرحمن الرحيم. فوق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുർദയുടെ 42ാമത്തെ ക്ലാസ്സാണ്. 38ാമത്തെ വരിയാണ്. കഴിഞ്ഞ വരി തന്നെയാണ്. അതിൻ്റെ ഒരു വിശദീകരണവും, ചെറിയൊരു വിശദീകരണവും കൂടിയാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വോയിസ് ഞാൻ ഇടാനുള്ള കാരണം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകാര ഭംഗി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക ഘടന മറ്റ് പ്രവാചകന്മാരെക്കാൾ മികച്ചതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് എങ്ങനെയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം? ബർക്കത്തിന് വേണ്ടി അല്പം നമുക്ക് പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകാര ഭംഗി എല്ലാ നബിമാരെക്കാളും മികച്ചതാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സൗന്ദര്യം കണ്ട് ഈജിപ്തിലെ വനിതകൾ അവരുടെ വിരൽ അറുക്കുന്ന രംഗമായിരുന്നുവെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ പകുതി മാത്രമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സഹാബത്ത് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വജ്ഹൻ വഅഹ്സനൻ നാസി ഖുലുഖൻ വഅഹ്സന ഖൽഖൻ ലൈസ ബിത്വീലി വലാ ബിൽഖസീരി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്ദരമായ ആകാരം, അധികം നീളമില്ല, എന്നാൽ കുറിയ ആളുമില്ല. നമ്മളൊക്കെ
പഴയ കാലത്ത് പാട്ട് പാടാറുണ്ടായിരുന്നല്ലോ. എന്താ പാട്ട്? എന്നാൽ ചുമന്ന വെള്ള നിറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ടവരല്ല. ഉള്ളി ചുവന്ന വെള്ള നിറം നബി നീണ്ടവരല്ല അറിവിൻ, അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടനിലാവേ. ഈ പാട്ടൊക്കെ നമ്മുടെ ഉമ്മമാര് പണ്ട് പാടാറുണ്ട് അല്ലേ? എന്താ, നമ്മുടെ മക്കളെയൊക്കെ ഈ പാട്ടൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ടവരല്ല, അല്ല കുറിയവരും അല്ല, ഒറ്റ തടിയാണ്, മുഖം വട്ട നിലാവാണ്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് എടുത്ത അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വാസനയുള്ള സുഗന്ധമോ അത്തറോ കസ്തൂരിയോ ഞാൻ ഇതുവരെ വാസനിച്ചിട്ടില്ല. നബിതങ്ങളെക്കാൾ സ്പർശന മൃദുവുള്ള ഒരു പട്ടും ഞാൻ ഇതുവരെ സ്പർശിച്ചിട്ടില്ല. അതുപോലെ മുത്തുനബിയുടെ പ്രിയപത്നി ഉമ്മു സലീം റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോൾ മുത്തുനബിയുടെ ശരീരത്തിൽ നിന്നും വരുന്ന വിയർപ്പ് കുപ്പിയിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ഉണർന്നപ്പോൾ ചോദിച്ചു, എന്താണ് ഉമ്മു സലീം നീ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബിയെ, അങ്ങയുടെ വിയർപ്പാണ് ഇത്. അങ്ങയുടെ വിയർപ്പിനെ ഞങ്ങൾ സുഗന്ധത്തിൽ ചേർക്കുകയാണ് നബിയെ. സുഗന്ധത്തിലെ ഏറ്റവും പരിമളമുള്ളതാണ് അങ്ങയുടെ ഈ വിയർപ്പ് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമ്മു സലീം റളിയല്ലാഹു അൻഹ പറയുന്നു, നർജു ബർക്കത്തഹു ലിസ്ബിയാനിന, ഇതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബർക്കത്തെടുക്കാൻ ഞങ്ങൾ ആശിക്കുകയാണ് നബിയെ, കുട്ടികൾക്ക് നൽകാനാണ് ഇത് എന്ന് പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്ബതി യാ ഉമ്മു സലീമ, നീ ചെയ്തത് വളരെയധികം ശരിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ല, നബി തങ്ങളെ കൊണ്ട് ബർക്കത്തെടുക്കണ്ട, നീ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉമ്മു സലീം റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശകാരിച്ച് അവിടുന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഷഹ്റ മുബാറക്ക് കൊണ്ടും മുത്തുനബിയുടെ തിരുശേഷിപ്പുകളെ കൊണ്ടൊക്കെ നമ്മൾ ബർക്കത്തെടുക്കുന്നത്. ഇത് സഹീഹ് മുസ്ലിമിൽ ഉള്ള സഹിയായ ഹദീസാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകത ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ മറ്റൊരു ഹദീസുണ്ട്, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ മദീനയിലെ ആൾക്കാർ ഓരോ പാത്രവുമായി വരും. മുത്തുനബിയുടെ അടുക്കലേക്ക് പാത്രത്തിൽ വെള്ളവുമായിട്ട് വരും. ഏത് തണുപ്പായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ കൈമുക്കി കൊടുക്കും. അതുകൊണ്ട് സഹാബാക്കൾ ബർക്കത്തെടുക്കും. ഇത് സഹീഹ് മുസ്ലിമിലുള്ള സഹിയായ ഹദീസാണ്. നമ്മുടെ ഹദീസ് ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹ്റ മുബാറക്ക് ബാർബർ ഇങ്ങനെ മുടി വടിക്കുകയാണ്. ബാർബർ ഷാപ്പിൽ പോയി നബിതങ്ങൾ മുടി ഇങ്ങനെ വടിക്കുകയാണ്. നബിതങ്ങൾക്ക് ചുറ്റും സഹാബത്ത് ഇങ്ങനെ കൂട്ടം കൂടുകയാണ്. ഒരു മുടി പുറകിൽ നിന്ന് വീണാൽ നിലത്ത് വീഴാൻ അവർ സമ്മതിക്കുകയില്ല. ഏതെങ്കിലും ഒരാളുടെ കയ്യിലോ അത് വീഴുന്നത്. അവർ ആ മുടി എടുത്ത് വറുത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. നബിതങ്ങൾ അവിടുന്ന് തടസ്സം ചെയ്തില്ല. നിങ്ങൾ എൻ്റെ മുടിയെടുത്ത് വറുത്തെടുക്കരുത് എന്ന് പറഞ്ഞ് നബിതങ്ങൾ തടസ്സം ചെയ്തില്ല. സഹാബാക്കൾ അതെടുത്ത് വെള്ളത്തിലിട്ട് അവർ കുടിക്കുമായിരുന്നു. മുത്തുനബിതങ്ങളുടെ സൗന്ദര്യം പറയുമ്പോൾ വയസ്സ് 63 എത്തിയിട്ടും നമ്മൾ ഓർക്കണം, 63 വയസ്സിലെത്തിയിട്ടും പറയത്തക്ക നരവൊന്നും മുത്തുനബിതങ്ങൾക്ക് വന്നിട്ടില്ല. തലയിൽ വെളുത്ത ഏതാനും നാരുകൾ മാത്രം എണ്ണയിട്ടാൽ കാണൂലാതും. ചുണ്ടിന് കീഴിലും കൈനെറ്റിയിലും ഏതാനും രോമങ്ങൾ മാത്രം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നരച്ചിരുന്നത്. താടിയിലും തലയിലും കൂടി 20 താഴെ രോമങ്ങൾ മാത്രമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നരച്ചിരുന്നത്. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. 63 വയസ്സായിട്ടും മൊയിലാഞ്ചി ഇടാൻ മാത്രം ഇല്ലാഞ്ഞിട്ട്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ മൊലാഞ്ചിട്ടിരുന്നില്ല എന്ന് കിതാബിൽ കാണാം. മുത്തുനബിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. മുത്തുനബിയുടെ മുഖം സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ തിളക്കമുള്ളതായിരുന്നു. റൗണ്ടായിരുന്നു, വട്ടമുഖമായിരുന്നു നബിതങ്ങളുടെ മുഖം. നബിതങ്ങളുടെ താടിയും മുടിയും സമുദ്രമായിരുന്നു. ചുമൽഭാഗത്ത് പ്രാവിന്റെ മുട്ട വലിപ്പത്തിൽ നുബുവത്തിന്റെ സമാപനം ഉണ്ടായിരുന്നു. ചുമലിന്റെ ഭാഗത്ത് ഖാത്തമുൻ നുബുവ എന്ന് പറയുന്ന ഒരു അടയാളം അവിടെ ഉണ്ടായിരുന്നു. നബിതങ്ങളുടെ ചുമല് ഭാഗത്ത് ആ അടയാളം നമുക്ക് കാണാമായിരുന്നു. നല്ല ശ്രവണ മധുരിമ ഉള്ളതായിരുന്നു അവിടുത്തെ ശബ്ദം. ആര് കണ്ടാലും കേട്ടാലും ആകർഷിച്ചു പോകുന്ന ഒരു ശബ്ദമായിരുന്നു മുത്തുനബിയുടെ തലമുടിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? തലമുടി കൂടുതൽ ഉറപ്പ് ഉള്ളതോ ലോലമോ ആയിരുന്നില്ല, ഒരു മൃദു നിലയിലായിരുന്നു. ശരീരത്തിന് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ്. നെറ്റിത്തടത്തിലെ ഇരു സൈഡും വിശാലമാണ്. പുരികം നീളത്തിൽ വില്ലുപോലെ ഉലഞ്ഞു കിടക്കുന്നു. എന്നാൽ അവ രണ്ടും കൂട്ടിമുട്ടിയിട്ടുമില്ല. സ്വന്തം ആവശ്യത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെടാറില്ല. എന്നാൽ ദീനീ വിലക്കുകൾ ലംഘിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടിരുന്നു. അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അതിൻ്റെ അടയാളം പ്രത്യക്ഷപ്പെട്ടത് മുത്തുനബി തങ്ങളുടെ പുരികത്തിലാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാം. ഇതിനെക്കുറിച്ച് ധാരാളം ഹദീസും കിതാബുണ്ട്. ഞാൻ ഇതിൻ്റെ അറബിയെല്ലാം വായിക്കുമ്പോൾ എന്താകും, നമ്മുടെ വോയിസ് നീണ്ടുപോകുന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. നീണ്ടു നീർത്ത അവിടുത്തെ മൂക്കിന് പ്രത്യേക ഹൃദയമുണ്ടായിരുന്നു. ഇരു കണ്ണിൻ്റെയും കറുപ്പും വെളുപ്പും കൂടിയാൽ കട്ടിയിലുണ്ടായിരുന്നു. ഇരു കണ്ണിൻ്റെയും കറുപ്പും വെളുപ്പും നല്ല കട്ടിയിലുണ്ടായിരുന്നു. മുത്തുനബിയുടെ കവിളുണ്ടല്ലോ, അത് പ്രസന്നവും അയഞ്ഞതുമാണ്. വായ ഇടുങ്ങിയതായിരുന്നില്ല. വെട്ടിത്തിളങ്ങുന്ന പല്ലുകൾക്കിടയിൽ നേരിയ വിടവുകൾ ഉണ്ടായിരുന്നു. നെഞ്ചിൽ നിന്ന് പൊക്കിൽ വരെ രോമം നേർത്ത നൂൽ പോലെയായിരുന്നു. നെഞ്ചിൽ നിന്ന് പൊക്കിൽ വരെ രോമം നേർത്ത നൂൽ പോലെയായിരുന്നു. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറും നെഞ്ചും ലെവലാണ്. അത് ഒരു ഭാഗം ഒന്ന് മറ്റേതിനേക്കാൾ തള്ളി നിൽക്കുന്നില്ല. നെഞ്ച് വിശാലതയുണ്ട്. ഇരു ചുമലുകൾക്കിടയിൽ വിശാലതയുണ്ട്. അതുപോലെ ചന്തിയിൽ ആവശ്യത്തിന് മാംസം ഉള്ളതിനാൽ എല്ല് ഉന്തിയതായി നമുക്ക് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണില്ല. ശരീരത്തിൽ സൂര്യവെളിച്ചം തട്ടാത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന് അടിയിലുള്ള സ്ഥലങ്ങൾ പൂവിന് സമാനമുള്ള കളറായിരുന്നു. ഇരു സ്ഥലങ്ങളിലും മുടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കൈകളിലും ചുമലിലും നെഞ്ചിൽ മീതെയും രോമം ആവശ്യത്തിനുണ്ട്. ഉള്ളം കൈ നല്ല വിസ്തൃതമായ കൈയാണ്. നല്ല വിസ്തൃതമായ കൈയാണ്. ഇരു കൈപ്പത്തിയും കാൽപ്പത്തിയും മാംസബന്ധമാണ്. കാൽപ്പത്തിയുടെ മിനുസം കൊണ്ട് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകും. നടക്കുമ്പോൾ കാല് ഭൂമി വിട്ട് നന്നായി ഉയരും. നടത്തത്തിന് നല്ല ഒതുക്കവും അച്ചടക്കവും ഉണ്ടാവും. കാലടികൾ വെക്കുക അടുപ്പിച്ച് അല്ല, തിരിഞ്ഞു നോക്കുമ്പോൾ തല മാത്രം അല്ല തിരിക്കുക, ശരീരം ഒന്നിച്ച് തിരിക്കാറുണ്ട്. മറ്റുള്ളവരോട് അതവും വാത്സല്യവും കാണിച്ചുകൊണ്ടുള്ള നോട്ടം വാൽക്കണ്ണുകൊണ്ട് മാത്രം മതിയാക്കുമായിരുന്നു. മുത്തുനബിയുടെ സംസാരത്തിൽ കളയാനോ കൂട്ടിച്ചേർക്കാനോ ഒന്നും ഉണ്ടാകില്ല. ലളിതമായ പെരുമാറ്റമാണ് അവിടുന്ന്. പരുക്കം പെരുമാറ്റമില്ല. ഒരു വസ്തുവിനെയും കുറ്റം പറയൂല. ആരോടെങ്കിലും ദേഷ്യം വന്നാൽ
പറഞ്ഞ് കുറ്റപ്പെടുത്തി അദ്ദേഹത്തെ നമ്മളെല്ലാം പറഞ്ഞ് വേദനിപ്പിക്കൂലേ, അതേപോലെ വേദനിപ്പിക്കൂല. ദേഷ്യം വരുമ്പോൾ പഴയതൊക്കെ നമ്മൾ അങ്ങ് വിളമ്പി നമ്മളെന്താക്കും, പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങെന്താക്കും, ഒന്നുമില്ലാണ്ടാക്കും. അദ്ദേഹത്തിനോട് തന്ത്രത്തിലൂടെ കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കും. ചിരി കഴിയുന്നതും പുഞ്ചിരി കൊണ്ട് മതിയാകും. ചിരിക്കുമ്പോൾ ആലിപ്പയമണി പോലെയുള്ള പല്ല് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, രാജാതിരാജനായ അല്ലാ, ഈ മുത്തുനബിയുടെ സൗന്ദര്യമൊന്ന് ഞങ്ങൾക്ക് ഉറക്കിലെങ്കിലും കിനാവിലെങ്കിലും അല്ലാ ഞങ്ങൾക്ക് കാട്ടിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് പലകുറി കാട്ടിത്തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മുത്തുനബിയുടെ ആശിഖീങ്ങളിൽ, മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഇലാ ഹളറത്തിൻ നബിയ്യ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈന. അൽ ഫാത്തിഹ.